ഹലോ ഗൈസ്, നമ്മളപ്പോൾ ഉണ്ടല്ലോ ഇന്ന് ഇവിടെ അടുത്തുള്ളൊരു തുലിപ്സ് ഫാമിൽ പോകാട്ടോ. നമ്മൾ ഭയങ്കര ലേറ്റാണ് കാരണം അവിടുത്തെ തുലിപ്സൊക്കെ ഇപ്പം ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടാവും. എന്തായാലും ജസ്റ്റ് ഒന്ന് കാണാമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ചുമ്മാ പോവാണ്. അപ്പം നമ്മളിവിടെ ഐശ്വര്യയും ചേട്ടനുണ്ട്. നമ്മൾ 4 പേരും കൂടിയാണ് പോകുന്നത്. അങ്ങനെ നമ്മതാ ഇറങ്ങും. നമ്മുടെ ആപ്പിൾമാരൊക്കെ പോകട്ടോ കേട്ടോ. കണ്ടോ, പൂടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിയും, കുറച്ച് ദിവസമല്ല ഇത്തിരി കൂടി കഴിയുമ്പോൾ ഇതിനകത്ത് ആപ്പിൾ ഉണ്ടാവും. നീയും പിങ്കാണോ? സെയിം പിച്ച്. നമ്മുടെ വീട്ടിൽ നിന്ന് ആകെ ഒരു 20 minutes ഡിസ്റ്റൻസ് ഉള്ളോട്ടോ ഈ ഒരു തുലിപ്സ് ഫാമിലോട്ട്. ഇത് വിരാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ളൊരു തുലിപ്സ് ഫാമാണ്. ഇവരുടെ പേര് ബെഞ്ചി ഫാം ടീ റൂംസ് എന്നാട്ടോ. നമ്മളപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ റോഡിൽ കാറ് പാർക്ക് ചെയ്തിട്ടാട്ടോ നടന്നേ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയത് കാരണം നമുക്ക് കാറും കൊണ്ട് അകത്തേക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ റോഡിൽ പാർക്ക് ചെയ്തിട്ട് നടന്ന് വേണം പോകാനായിട്ട്. ഇന്ന് ഫുൾ മഴയാണ് ഗൈസ്. ഫുൾ ഇങ്ങനെ മരങ്ങളൊക്കെ ഉള്ളൊരു വഴി കൂടെ ആട്ടോ ആ ഒരു ഫാമിലേക്ക് പോകുന്നത്. കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5-10 minutes വാക്ക് ഉണ്ട് കേട്ടോ ആ ഒരു ഫാം എത്താനായിട്ട്. അപ്പം നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അത്യാവശ്യം മഴയുണ്ട് കേട്ടോ. മഴ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ടെമ്പറേച്ചർ കുറച്ച് തണുപ്പുള്ളൊരു വെതറായിരുന്നു. അങ്ങനെ നമ്മൾ ഫാമിലോട്ട് കയറുക കേട്ടോ. ഇതാണ് ഇവരുടെ ഒരു കഫേ. ഈ കഫേ ഫുൾ ടൈം ഓപ്പൺ ആണ്. അങ്ങനെ ഇന്ന ടൈമൊന്നും സീസൺ അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും ഈ ഒരു കഫേ ഓപ്പൺ ആണ്. അപ്പോൾ ഈ ഒരു കഫേൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു ഫാമിലോട്ട് പോകുന്നത്. മഴയാണ് നമുക്ക് മഴ എങ്ങോട്ട് പോയാലും മഴ. ഈ ഒരു ഫാമിൻ്റെ സൈഡിൽ ഇങ്ങനെ ക്രിസ്മസ് ട്രീസ് കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ക്രിസ്മസ് ടൈമൊക്കെ ആകുമ്പോഴേക്കും ഫുള്ളി വളർന്നിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ വന്ന് ക്രിസ്മസ് ട്രീസ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ട്രീസ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം നമ്മൾ തുലിപ്സ് ഫാമിലോട്ട് എൻ്റർ ചെയ്യാം കേട്ടോ. നമ്മൾ വന്നത് ഓൾമോസ്റ്റ് ഈ ഒരു ഫാമിൻ്റെ പരിപാടികളെല്ലാം തീരുന്ന ടൈമിലാട്ടോ. നമ്മൾ വന്നത് ലാസ്റ്റ് വീക്കെൻഡാണ് ഈ തുലിപ്സ് ഫാമിൻ്റെ. അപ്പോൾ ഓൾമോസ്റ്റ് തുലിപ്സൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. കാരണം പിക്കിങ്ങും കൂടെ ഉള്ളത് കാരണം എല്ലാവരും വന്ന് കട്ട് ചെയ്തിട്ടും കൂടെ പോവും കാണാൻ വരുന്നവർ. അപ്പോൾ 2 weeks മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും പിക്ക് ചെയ്ത് കുറേയൊക്കെ തീർന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ തൽക്കാലം ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരുന്നതിനെ കാണാനായിട്ട്. കാരണം നിറഞ്ഞു നിൽക്കുമല്ലോ. ഇവിടെ UK തന്നെ പല ഏരിയാസിൽ നല്ല വലിയ തുലിപ്സ് ഫാമൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മുടെ സ്ഥലത്ത് നിന്ന് ഭയങ്കര ദൂരമുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ടുള്ള ടൈം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും തൊട്ടടുത്തുള്ളവരെ വന്നിട്ട് ഒന്ന് ജസ്റ്റ് കാണാമല്ലോ എന്ന് ഓർത്തു. പണ്ടുണ്ടല്ലോ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു വലിയൊരു സീനറി ഉണ്ടായിരുന്നു കേട്ടോ ഈ തുലിപ്സിൻ്റെ. അപ്പം ഞാനന്ന് ചെറുതായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ജസ്റ്റ് അതൊരു ഫോട്ടോ ആണ്. അങ്ങനത്തെ സ്ഥലമൊക്കെ ശരിക്കും ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ വലുതായപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായി അതൊക്കെ ശരിക്കുള്ളൊരു സ്ഥലത്തിൻ്റെ ഒരു ഫോട്ടോ ആണെന്നൊക്കെ. പണ്ട് ഞാനപ്പോൾ അത് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു എന്ത് ഭംഗിയായിരിക്കും ഇതൊക്കെ നേരിട്ട് കാണാനായിട്ട് എന്നൊക്കെ. അന്ന് ഞാൻ പക്ഷെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഞാനതൊക്കെ നേരിട്ട് കാണാൻ പറ്റും ഇതൊക്കെ എന്നൊക്കെ. അങ്ങനെ നമ്മൾ ഈ ഒരു തുലിപ്സ് ഫാമിലൊക്കെ നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് ഇവിടെ എടുത്ത ഫോട്ടോസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഈ വീഡിയോന് ലാസ്റ്റ് ആ ഫോട്ടോസൊക്കെ വയ്ക്കാം. നല്ല നല്ല കളർഫുള്ളായിരുന്നു മൊത്തത്തിൽ ഫോട്ടോസൊക്കെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ തുലിപ്സ് ഫാമൊക്കെ കണ്ടു. ഇനി നമ്മൾ ഈ ഒരു ഫാമിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ കയറിയപ്പോൾ ഒരു കഫേ ഉണ്ടില്ലേ. അപ്പോൾ അവിടെ പോയി ഒരു കോഫിയോ അങ്ങനെ എന്തെങ്കിലും കുടിച്ച് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മളത് ആ ഒരു കഫേയിലോട്ട് പോവാട്ടോ. എനിക്ക് ഈ ഒരു കഫേ നല്ല ഇഷ്ടമായി കേട്ടോ. നല്ലൊരു ആംബിയൻസും പിന്നെ അതുപോലെ ഇവരുടെ സർവീസും അടിപൊളിയായിരുന്നു.
ജസ്റ്റ് വീക്കെൻഡ്സിലൊക്കെ ചുമ്മാ വന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു അടിപൊളി സ്പോട്ടാണത്. ഈ ഒരു കഫേയിലുള്ള ഓൾമോസ്റ്റ് മിക്ക ഐറ്റംസും ഇവരിവിടെ തന്നെ മീൻസ് ഈ കേക്കും അങ്ങനെ കുറച്ച് ബിസ്ക്കറ്റ്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇവരിവിടെ തന്നെ കുക്ക് ചെയ്യുന്നതാട്ടോ. ഇവിടുത്തെ മിക്ക ഐറ്റംസും ഒരു ഹോം മെയ്ഡ് അങ്ങനത്തെ ഒരു ഫീലാണ് എല്ലാത്തിനും ഉള്ളത്. അങ്ങനെ നമ്മൾ മോക്കയും പിന്നെ ഈ പിസ്താഷ്യോ ബ്രൗണിയും പിന്നെ സോസേജ് റോളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത മോക്കയും പിന്നെ പിസ്താഷ്യോ ബ്രൗണിയും വന്നു കേട്ടോ. ഈ ഒരു പിസ്താഷ്യോ ബ്രൗണി നല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ദുബായ് ചോക്ലേറ്റ് വൈറലായതിനു ശേഷം എല്ലായിടത്തും ഈ ഒരു പിസ്താഷ്യോ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. തണുപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ തുലിപ്സ് ഫാമിലെ പരിപാടികൾ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ തീരാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.